أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ഇപ്പോൾ ആമന റസൂലിൻ്റെ ശ്രേഷ്ഠതകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞ ഹദീസ്. എട്ടാമത്തെ ഹദീസ് വായിച്ചുകൊണ്ടിരുന്നത്. അൽ ഹദീസു സാമിൻ, എട്ടാമത്തെ ഹദീസ്. ഖാലബിന് മർവദൈഹി അദസന അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് ബിൻ മദിയൻ അഖ്ബർന ഹസൻ ബിൻ ജഹ്മ് അഖ്ബർന ഇസ്മായിൽ ബിൻ അംർ അഖ്ബർന ബിൻ അബി മറിയം ഹദ്ദസനി യൂസുഫ് ബിൻ അബി ഹജ്ജാജ് അൻ സഈദിൻ അൻ ഇബ്നു അബ്ബാസിൻ ഖാല, ഇബ്നു അബ്ബാസിനെ തൊട്ട് ഖാല അദ്ദേഹം പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളായിരുന്നു ഇദാ ഖറഅ ആഖിറ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറൻ്റെ അവസാനം ഓതിയാൽ വായത്തുൽ കുർസീനെ ഓതിയാൽ ലഹിക, നബി തങ്ങൾ ചിരിക്കും. സൂറത്തുൽ ബഖറൻ്റെ അവസാനത്തെ, അതായത് ആമന റസൂലും ആയത്തുൽ കുർസിയും ഓതിയാൽ നബി തങ്ങൾ ചിരിക്കുമായിരുന്നു. വഖാൽ, നബി പറയും, ഇന്നഹുമാ മിൻ കൻസിർ റഹ്മാനി തഹ്തൽ അർശ്, അർശിന് താഴെയുള്ള റഹ്മാനായ അള്ളാഹുവിൻ്റെ നിധിയിൽ നിന്നുള്ളതാണ് അത് രണ്ടും. രണ്ട് വൈദാ ഖറ, നബി ഓതിയാൽ മൈ അമൽ സൂ അൻ യുജ്സ ബിഹി, സൂറത്ത് നിസാലെ 123 ആയത്ത്. അതുപോലെ തന്നെ വൻ ലൈസലിൽ ഇൻസാനി ഇല്ലാ മസാ വന്ന സഅയഹു സൗഫ യുറാ സുമ്മ യുസാഹുൽ ജസാ അൽ ഔഫ. ഇതുപോലത്തൊക്കെ ഓതിയാൽ ഇസ്തർജാ, നബി തങ്ങൾ ഇസ്തിർജാ ചെയ്യും, അതായത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചെല്ലും. അപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നു. അൽ ഹദീസു താസിഉ, ഒമ്പതാമത്തെ ഹദീസ്. ഖാലബിന് മർവദഹി പറഞ്ഞു, ഹദസന അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ കൂഫി ഹദസന അഹ്മദ് ബിൻ യഹ്യ ബിൻ ഹംസ ഹദസന മുഹമ്മദ് ബിൻ ബക്കീൻ ഹദസന മക്കി ബിൻ ഇബ്രാഹിം ഹദസന അബ്ദുല്ലാഹി ബിൻ അബി ഹുമൈദിൻ നബി മലിഹിൻ അൻ മഅഖൽ ബിൻ യസാറിൻ ഖാല, മഅഖൽ യസാർ പറയാണ്, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഊതീതു ഫാത്തിഹത്തുൽ കിതാബ്, എനിക്ക് ഫാത്തിഹത്തുൽ കിതാബിന് നൽകപ്പെട്ടു. അതായത് എന്താണ്? ഫാത്തിഹയെ നൽകപ്പെട്ടു. കിതാബിൻ്റെ പ്രാരംഭം, അതായത് ഫാത്തിഹ ആണല്ലോ. വ ഖവാത്തീമ സൂറത്തുൽ ബഖറത്തി, സൂറത്തുൽ ബഖറൻ്റെ അവസാനങ്ങളെയും നൽകപ്പെട്ടു. മിൻ തഹത്തിൽ അർശ്, അർശിൻ്റെ താഴെ നിന്ന്. വൽ മുഫസ്സല, മുഫസ്സലിനെ നൽകപ്പെട്ടു. നാഫിലത്തൻ, അധികമായിട്ട് മുഫസ്സലായ സൂറത്തുകളെ നൽകപ്പെട്ടു. അൽ ഹദീസുൽ ആഷിറു, ഇനി 10ാമത്തെ ഹദീസാണ്. ഖദ് തഖദ്ദമ ഫി ഫളാഇൽ ഫാത്തിഹത്തി, ഫാത്തിഹയുടെ ശ്രേഷ്ഠതയിൽ മുന്തിപ്പോയിട്ടുണ്ട്. അത് മിൻ റിവായത്ത് അബ്ദുല്ലാഹിബ്നു ഈസബിന് അബ്ദുറഹ്മാനുബിന് അബി ലൈല അൻ സഈദ് ബിൻ ജുബൈർ അൻ ഇബ്നു അബ്ബാസിനെ തൊട്ട് ഖാലദ്ദേഹം പറഞ്ഞു, ബൈനാ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ ആയിരിക്കെ വൈന്ദഹു ജിബ്രീൽ, നബി തങ്ങളുടെ അടുക്കൽ ജിബ്രീലുണ്ട്. ഇതാ നേരം സമിഅ നഖീലൻ ഫൗഖഹൂന്ന്, മുകളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. നഖീൽ കേട്ടുന്ന ശബ്ദം കേട്ടു, നഖീലിനെ. ഫറഫ ജിബ്രീൽ ബസറഹു, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം കണ്ണുയർത്തി ലസമായ ആകാശത്തിലേക്ക്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജിബ്രീൽ പറയാണ്, ഹാദാ ബാബുൻ ഖദ് ഫുത്തിഹ മിനസ്സമായി, ഇതൊരു ബാബാണ്. ഖദ് ഫുത്തിഹ മിനസ്സമായി, ആകാശത്തിൽ നിന്ന് തുറക്കപ്പെട്ട ഒരു കവാടമാണ്. മാ ഫുത്തിഹ ഖത്തു, അതിനെ തീരെ തുറക്കപ്പെട്ടിട്ടില്ല. കാലണ്ട, അദ്ദേഹം പറയും, ഫനസല മിൻഹു, അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വന്നു മലക്കിനൊരു മലക്ക്. ഫാത്തൻ നബി, അങ്ങനെ നബിയുടെ അടുത്ത് വന്നു. വഖാല, അദ്ദേഹം പറഞ്ഞ മലക്ക് പറയണം, അബ്ശിർ ബി നൂറൈനി, നബി അങ്ങ് സന്തോഷിക്കുക. ബി നൂറൈനി, രണ്ട് പ്രകാശം കൊണ്ട് അങ്ങ് സന്തോഷിക്കുക. കത് ഊത്തീത ഹുമാ, അങ്ങേക്കത് രണ്ടും നൽകപ്പെട്ടിരിക്കുന്നു. ആ രണ്ട് പ്രകാശം കൊണ്ട് അങ്ങ് സന്തോഷിക്കുക. ലം യുഅ്തഹുമാ നബിയൻ ഖബലക, അങ്ങേക്ക് മുമ്പ് നബിക്കും രണ്ടിനും നൽകപ്പെട്ടിട്ടില്ല. അതേതാണ്? രണ്ട് നൂറ് ഫാത്തിഹത്തുൽ കിതാബാണ്. വഖവാത്തീം സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറൻ്റെ അവസാനവുമാണ്. ലൻ തഖ്റ ഹർഫ മിൻഹുമാ ഇല്ലാ ഊതീതുഹു, അത് രണ്ടിൽ നിന്നുള്ള ഒരു അക്ഷരം വായിക്കൂല. ഇല്ലാ ഊതീതുഹു ലൻ തഖ്റ ഹർഫ മിൻഹുമാ ഇല്ലാ ഊതീതുഹു, അത് രണ്ടിൽ നിന്ന് ഒരു അക്ഷരം അങ്ങ് വായിക്കൂല, ഞാനത് നൽകിയിട്ടല്ലാതെ. ഇല്ലാ ഊതീതുഹു. റവാഹു മുസ്ലിമൻ വൻ നസായി വഹാദാ ലഫ്ലുഹു, ഇത് അദ്ദേഹത്തിൻ്റെ ലഫ്ല് മുസ്ലിം റിവായത്ത് നസായി വഹാദാ ലഫ്ലുഹു. ഈ ലഫ്ല് ആരുടേതാണ്? മുസ്ലിമിൻ്റെ ആണ്, നസായിൻ്റെ ആണ്. ഹാദാ ലഫ്ലുഹു എന്ന് പറയും. അൽ ഹദീസുൽ ഹാദി അശർ, 11ാമത്തെ ഹദീസ്. ഖാല അബൂ മുഹമ്മദ് അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ ദാരിമി ഫി മുസ്നദിഹി, അബൂ മുഹമ്മദ് അബ്ദുല്ലാഹിബിൻ അബ്ദുറഹ്മാൻ ദാരിമി ഫി മുസ്നദ് അബ്ദുല്ലാഹിബിൻ
അബ്ദുറഹ്മാൻ ദാരിമി ഫി മുസ്നദിൽ എന്ത് ചെയ്തു റിവായത്ത് ചെയ്തു. എന്താണ്? ഹദസന അബുൽ മുഗീറ ഹദസന സഫ്വാൻ ഹദസന ഐഫ ഇബ്നു അബ്ദുല്ലാഹിൽ കുലായി കാല, അദ്ദേഹം പറയാണ്, കാല റജുലുൻ, ഒരു റജുൽ പറഞ്ഞു, യാ റസൂൽ അള്ളാഹ് റസൂൽ, അയ്യോ ആയത്തിൻ ഫി കിതാബില്ലാഹി അഅ്ലമു, അള്ളാഹിൻ്റെ കിതാബിൽ ഏറ്റവും വലിയ ആയത്ത് ഏതാണ്, ഏറ്റവും മഹത്വമുള്ള ആയത്ത്? അപ്പോൾ കാല, അപ്പം നബി പറഞ്ഞു, ആയത്തുൽ കുർസിയാണെന്ന്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്നത്. കാല ഫഅയ്യു ആയത്തിൻ ഫി കിതാബില്ലാഹി തുഹിബ്ബു അൻ തുസീബക വ ഉമ്മത്തക. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഫഅയ്യു ആയത്തിന്, ഏതായത്താണ് അള്ളാഹിൻ്റെ കിതാബിലുള്ളത് അങ്ങ് ഇഷ്ടപ്പെടുന്നു, അൻ തുസീബക, അങ്ങേക്ക് എത്താനും, വ ഉമ്മത്തക, അങ്ങയുടെ ഉമ്മത്തിന് എത്താനും. അപ്പോൾ കാല നബി പറഞ്ഞു, ആഖിറ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറൻ്റെ അവസാനം. വലം യത്രു ഖൈറൻ ഫി ദുനിയാ വൽ ആഖിറ ഇല്ല ഇസ്തമലത അലൈഹി, അത് ഒഴിവാക്കിയിട്ടില്ല. വലം യത്രുക്ക് ഖൈറിനെ ഒഴിവാക്കിയിട്ടില്ല, ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും, ഇല്ല ഇസ്തമലത അലൈഹി, അത് അതിൻ്റെ മേൽ ചുറ്റിയിട്ടല്ലാതെ, അത് ആ ഖൈറിൻ്റെ മേലൊക്കെ ചുറ്റിയിട്ടല്ലാതെ. സൂറത്തുൽ ബഖറൻ്റെ അവസാനം ദുനിയാവിലും ആഖിറത്തിലുള്ള എല്ലാ നന്മകളെയും അത് വലയം ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫഖൗൽ, അപ്പോൾ നമ്മുടെ അതിൻ്റെ എന്താണ് 11ഓളം ഹദീസുകൾ പറഞ്ഞല്ലോ ശ്രേഷ്ഠതയെപ്പറ്റി. ഇനി പറയുന്നത് അതിൻ്റെ ഓരോ ആയത്തുകളുടെ വിശദീകരണം. ഫഖൗലുഹു തആല, അള്ളാഹിൻ്റെ ഖൗല്, ആമന റസൂലു, റസൂല് വിശ്വസിച്ചു, ബിമാ ഉൻസില ഇലൈഹി, റസൂലിലേക്ക് ഇറക്കപ്പെട്ട ഒന്നുകൊണ്ട്, മിർ റബ്ബിഹി, റസൂലിൻ്റെ റബ്ബിൽ നിന്ന് റസൂലിലേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ട് റസൂല് വിശ്വസിച്ചു എന്നത് ഇഖ്ബാറുൻ അനി നബി ബിദാലിക, ഇതുകൊണ്ട് നബിയെ തൊട്ടുള്ള ഖബർ, വർത്തമാനം അറിയിക്കലാണ്, നബി വിശ്വസിച്ചിട്ടുണ്ടെന്ന്. ഖാല ഇബ്നു ജരീർ പറയാണ്, ഹദ്ദസന ബിശ്റുൻ ഹദ്ദസന യസീദ് ഹദ്ദസന സഈദുൻ അൻ ഖതാദ ഖാല, ഖതാദ എന്ന് പറഞ്ഞു, ദുക്കിറ ലന, ഞങ്ങളോട് പറയപ്പെട്ടു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ, ഖാല നബി പറഞ്ഞു എന്ന്, ലമ്മ നസലത്ത് ഹാദിൽ ആയത്തു, ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് എന്താ നബി പറഞ്ഞു, വയഹിക്കു ലഹു അൻ യുഅ്മിന, വിശ്വസിക്കൽ അദ്ദേഹത്തിന് ബാധ്യതയാണ് എന്ന്. അപ്പോൾ റസൂൽ വിശ്വസിച്ചു പറഞ്ഞാൽ, അപ്പോൾ റസൂൽ തന്നെ അങ്ങനെ പറഞ്ഞു. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ നബി പറഞ്ഞു, വിശ്വസിക്കൽ നബിക്ക് അത്യാവശ്യമാണ്. വഖദ് റവൽ ഹാക്കിമി ഫി മുസ്തദ്രക്, ഹാക്കിം മുസ്തദ്രക്കിൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, റിവായത്ത് ചെയ്തു. ഹദ്ദസന അബുൻ നദർ ഫഖീഹ് ഹദ്ദസന മുആദ് ബിൻ നജ്ദത്ത് അൽ ഖുറൈശി ഹദ്ദസന ഖല്ലാദ് ബിൻ യഹ്യ ഹദ്ദസന അബൂ അഖീൽ അൻ യഹ്യ ബിൻ അബി കസീർ അൻ അനസ് ബിൻ മാലിക്കിനെ തൊട്ട് ഖാല, അദ്ദേഹം പറയുന്നു, ലമ്മാ നസറത്ത് ഹാദിൽ ആയത്തു അലൻ നബി, ഈ ആയത്ത് നബിക്ക് അവതരിച്ചപ്പോൾ, ആമന റസൂൽ എന്ന ആയത്ത്, ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി എന്നുള്ള ആയത്ത്, ഖാല നബി പറഞ്ഞു, ഹുഖലഹു അൻ യുഅ്മിന, വിശ്വസിക്കൽ എന്താണ്, അവകാശമാക്കപ്പെട്ടിരിക്കുന്നു, ബാധ്യതയാണ്. സുമ്മ ഖാല ഹാക്കിമിന്, ഹാക്കി പറഞ്ഞു, സയ്യുൽ ഇസ്നാദാണ്, വലം യുഖലിജ, രണ്ടുപേരും അതിനെ ഇഖ്റാജ് ചെയ്തിട്ടില്ല ഹാക്കിം. അപ്പോൾ എന്താണ്, സഹീഹുൽ ബുഖാരിൽ മുസ്ലിമിലില്ലാന്നായി, ഹാക്കിം മുസ്തദ്രക്ക് റിവായത്ത് ചെയ്ത. ഖൗലുഹു വൽ മുഅ്മിനൂന എന്ന് പറഞ്ഞല്ലോ, അത് അത്ഫുൻ അല റസൂൽ എന്നതിൻ്റെ മേൽ എന്താണ്, അത്ഫാണ്. അപ്പോൾ ഇങ്ങനെ റസൂല് വിശ്വസിച്ചു, വൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങളും വിശ്വസിച്ചു, റബ്ബിൽ നിന്നിറക്കപ്പെട്ടത് ഒന്നുകൊണ്ട്, അതായത് ഖുർആൻ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, റസൂലും മുഅ്മിനീങ്ങളും വിശ്വസിച്ചു എന്നാണ്. സുമ്മ അഖ്ബറാനിൽ ജമീ, പിന്നെ അള്ളാഹ് മുഴുവൻ ആളുകളെ തൊട്ടും ഇഖ്ബാർ പറഞ്ഞുണ്ട്. ഫഖാലുണ്ട്, അള്ളാഹ് പറയാണ്, അതായത് റസൂല് മുഅ്മിനീങ്ങൾ മുഴുവത്തെ തൊട്ട് അള്ളാഹ് പറയാണ്, കുല്ലൻ ആമന ബില്ല, എല്ലാവരും അള്ളാഹുൽ വിശ്വസിച്ചു, മലായിക്കത്തി, മലക്കളിൽ വിശ്വസിച്ചു, കുത്തുബിഹി, കിതാബുകളിലും, റുസുലി, മുർസലുകളിലും വിശ്വസിച്ചു. എല്ലാവരും അള്ളാഹുവിലും, അതുപോലെ തന്നെ മലക്കുകളിൽ, കിതാബുകളിൽ, മുർസലുകളിൽ, അല്ലേ, അള്ളാഹുൽ വിശ്വസിക്കുക, അൻതുഅ്മിന ബില്ലാഹി വ മലായിക്കത്തി വ കുതുബി റസുലി. അപ്പോൾ ഈമാൻ കാര്യത്തിൽ 4 കാര്യം, അള്ളാഹുൽ വിശ്വസിക്കുക, മലക്കുകൾ വിശ്വസിക്കുക, കിതാബുകൾ വിശ്വസിക്കുക, മുർസലുകൾ വിശ്വസിക്കുക. എല്ലാവരും വിശ്വസിച്ചു. ലാ നുഫരിഖു, ഞങ്ങൾ ബൈന അഹദിൻ മിർ റുസുലിഹി, ഞങ്ങൾ വിട്ടുപിരിക്കുകയില്ല, അള്ളാഹുവിൻ്റെ മുർസലുകളിൽ നിന്ന് ഒരാളുടെ ഇടയിൽ ഞങ്ങൾ വിട്ടുപിരിക്കുകയില്ല. അപ്പോൾ ഫൽ മുഅ്മിനൂൻ, അപ്പോൾ മുഅ്മിനീങ്ങൾ, യുഅ്മിനൂന, അവർ വിശ്വസിക്കുന്നു, ബി അന്നല്ലാഹു വാഹിദുൻ അഹദുൻ, അള്ളാഹ് ഏകനാണെന്ന്, ഫർദൻ സമദൻ, അവൻ എന്താണ്, ഫർദാണ്, സമദാണ്, നിരാശ്രയനാണ്, ലാ ഇലാഹ ഗൈറുഹു, മറ്റൊരാൾ ഇലാഹില്ല എന്ന് വിശ്വസിക്കുന്നു, വലാ റബ്ബ സിവ, അവനല്ലാതെ റബ്ബില്ല എന്ന്. വൈസദ്ദിഖൂന, അവർ വാസ്തവമാക്കുന്നു, ബി ജമീൽ അംബിയ, മുഴുവൻ അംബിയാക്കന്മാരെയും അവർ വിശ്വസിക്കുന്നു, വറുസുലി, മുഴുവൻ മുർസലീങ്ങളെയും, അൽ കുത്തുബിൽ മുനസ്സലത്തി മിനസ് സമായി, ആകാശത്ത് നിറക്കപ്പെട്ട കിതാബുകളും, മുഴുവൻ കിതാബുകളും, അലാ ഇബാദില്ല, അള്ളാഹുവിൻ്റെ അടിമകളുടെ മേലിറങ്ങിയ
അൽ മുർസലീന വൽ അംബിയായി ഇബാദില്ലാ അൽ മുർസലീന വൽ അംബിയായി മുർസലീങ്ങളും അമ്പിയാക്കന്മാരുമായ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ആകാശത്ത് നിന്ന് ഇറക്കപ്പെട്ട കിതാബുകളെ കൊണ്ടും എന്ത് ചെയ്യുന്നു, അവർ സത്യമാക്കുന്നു, വിശ്വസിക്കുന്നു. ലായ് ഫരിഖൂന ബൈന അഹദ് മിൻഹും, അവരിൽ ഒരാൾക്കിടയിൽ അവരെന്ത് ചെയ്യുന്നില്ല, വേർതിരിക്കുന്നില്ല, വിട്ടുപിരിക്കുന്നില്ല. അങ്ങനെ ഫയുമിനൂന ബി ബാദിൻ, ബാദിനെ കൊണ്ട് അവർ വിശ്വസിക്കുക, വൈക്കുഫുറൻ ബാദിൻ, ബാദിനെ കാഫിറാക്കുക, ആ നിലക്ക് വിട്ടുപിരിക്കുന്നില്ല. ബലിൽ ജമിയു, എല്ലാവരും ഇന്ദഹോടെ അടുക്കൽ മുഴുവൻ മുർസലീങ്ങൾ അവരുടെ അടുക്കൽ സാദിഖൂന, സത്യസന്ധരും, ബാറൂന എന്താണ് ബാറിങ്ങളും ഗുണവാന്മാരും, റാഷിദൂന സന്മാർഗം സിദ്ധിച്ചവരും, മഹദിയൂന ഹാദൂന ഇലാ സുബുലിൽ ഖൈരി, സന്മയുടെ മാർഗത്തിലേക്ക് വഴി കാണിച്ചു തരുന്നവരുമാണ്. വൈങ്കാന ബാലുഹും, അവരിൽ ചിലർ യൻസഹു ശരീഅത്ത ബാലിൻ, ചിലരുടെ ശരീരത്തിനെ അത് നെസ്ഖ് ചെയ്യുന്നുണ്ട്, ബീദിനിൽ അള്ളാഹിൻ്റെ സമ്മതത്തോടു കൂടി നെസ്ഖ് ചെയ്യുന്നുണ്ടെങ്കിലും ചില നബിമാർ മറ്റു ചില നബിമാർ വരുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ നിയമങ്ങളെ അവരെന്ത് ചെയ്യുന്നു, ദുർബലപ്പെടുത്തുന്നുണ്ടെങ്കിലും അങ്ങനെ ഹത്താ നുസിഹൽ ജമീഉ, അങ്ങനെ ഏത് മുഴുവത്തിനെയും ദുർബലപ്പെടുത്തപ്പെട്ടു. ബി ശർഇ മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ ശർഅ് കൊണ്ട്, ഖാത്തിമുൽ അംബിയാ വൽ മുർസലീൻ, നബിമാരിലും മുർസലീങ്ങളിലെയും ഖാത്തിമായ അവസാന പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ശർഅ് കൊണ്ട് അങ്ങനെ എല്ലാവരെയും നസ്ഖ് ചെയ്യപ്പെട്ടു. അല്ലദീ തഖൂമു സാഅത്തു അലാ ശരീഅത്തിഹി, ആ ശരീഅത്ത് കൊണ്ടിട്ടാണ്, ആ ശരീഅത്തിൻ്റെ മേലാണ് ഖിയാമത്ത് നാൾ നിലനിൽക്കുക. വലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി അലൽ ഹഖി ലാഹിരീന, നബിയുടെ സമുദായത്തിൽ നിന്നുള്ള ഒരു വിഭാഗം ആയിക്കൊണ്ടിരിക്കും ഹക്കിൻ്റെ മേൽ ലാഹിർ, പ്രത്യക്ഷമായി ഹക്കിൻ്റെ മേൽ അവർ ആയിക്കൊണ്ടിരിക്കും. ഇനി വഖൗലു, അള്ളാഹിൻ്റെ കൗല്, വഖാലു സമ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലിഹി വഖാലു സമിഅന, ഞാൻ അതാ പറയാൻ, വഖാലു അവർ പറയുന്നു, സമിഅന ഞങ്ങൾ കേട്ടു, വാതന ഞങ്ങൾ അനുസരിച്ചു. ആ കൗലിനെ പറ്റിയാണ്. ഐ സമിഅന ഖൗലക യാ റബ്ബന, അള്ളാഹുവെ നിൻ്റെ വാക്ക് ഞങ്ങൾ കേട്ടു, വ ഫഹിംന ഞങ്ങളതിനെ മനസ്സിലാക്കി, വ ഖുംന ബി ഞങ്ങൾ അതുകൊണ്ട് നിൽക്കുന്നു, വംതസൽനൽ അമല ബി മുഖ്തലാഹു അതുകൊണ്ട് അതിൻ്റെ തേട്ടം കൊണ്ട് ഞങ്ങൾ അമൽ ചെയ്യുന്നു. വഫ്രാനക റബ്ബന ഞങ്ങൾക്ക് നീ പുറത്തു തരണം, അത് സുആലിൽ ഗഫിരി പൊറുക്കലിനെ ചോദിക്കണം അള്ളാഹിനോട്. വർ റഹ്മത്തി റഹ്മത്തിനെയും വൽ ലുത്തുഫിനെയും ചോദിക്കണം. വഫ്രാനക റബ്ബന ഞങ്ങൾക്ക് നീ പുറത്തു തരണം. ഖാല ഇബ്നു അബി ഹാത്തിം പറഞ്ഞു, ഹദസന അലി ഇബ്നു ഹർബിൽ മൂസലി പറഞ്ഞു, ഹദസന ഇബ്നു ഫുളൈൽ അൻ അതാ ഇബ്നു സായിബ് അൻ സഈദ് ഇബ്നു ജുബൈർ അൻ ഇബ്നു അബ്ബാസ് തൊട്ട് ഫീ ഖൗലില്ല, അള്ളാഹിൻ്റെ കൗലിലുണ്ടല്ലോ, ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, അവിടെ മുതൽ ഗഫ്രാനക റബ്ബന വരെ കാലാതെ പറഞ്ഞു, ഖദ് ഗഫർതു ലക്കും, ഇബ്നു അബ്ബാസ് പറയും അള്ളാഹിൻ്റെ കൗലിൽ. അപ്പോൾ ഖദ് ഗഫർതു ലക്കും ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. വൈലൈക്കൽ മസിർ ഐ ഇലൈക്കൽ മർജു, ഇനി വൈലൈക്കൽ മസിർ എന്ന് വെച്ചാൽ ഇലൈക്കൽ മർജു നിന്നിലേക്കാണ്, ഗഫ്രാനക റബ്ബന എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ വൈലൈക്കൽ മസിർ നിന്നിലേക്കാണ് മടക്കം എന്ന് വെച്ചാൽ ഇലൈക്കൽ മർജു നിന്നിലേക്കാണ് മടക്കം. വൽ മആബു മടക്കം, യൗമ യഖൂമുൽ ഹിസാബു എന്താണ് വിചാരണ നിൽക്കുന്ന ദിവസം നിന്നിലേക്കാണ് മടക്കം. ഖാല ഇബ്നു ജരീർ പറഞ്ഞു, ഹദസന ഇബ്നു ഹുമൈദിൻ ഹദസന ജരീറുൻ അൻ ബയാനിൻ അൻ ഹക്കീമിൻ അൻ ജാബിൻ ഖാല, ജാബിർ തങ്ങൾ കാല പറയണം, ലമ്മാ നസലത്ത് അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂലിൻ്റെ മേൽ ഇറങ്ങിയപ്പോൾ, ആമന റസൂൽ ഇറങ്ങിയപ്പോൾ, അവസാനം വൈലൈക്കൽ മസീർ വരെ അല്ലേ, ഇന്നല്ലാഹ ഖദ് അഹ്സന സന അലൈക വഅലാ ഉമ്മത്തിക, ജിബ്രീൽ പറയണം. വാതന ഗഫ്രാനക റബ്ബന വൈലൈക്കൽ മസീർ വരെ ഇറങ്ങി. അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അഹ്സന സന അലൈക, തീർച്ചയായും അള്ളാഹു സനായിനെ ഭംഗിയാക്കി, സ്തുതിയെ അങ്ങയുടെ മേലും അങ്ങയുടെ ഉമ്മത്തിൻ്റെ മേലും. അതുകൊണ്ട് ഫസൽ അത് നബി അങ്ങ് ചോദിച്ചോ, തുഅത അങ്ങക്ക് അതിന് നൽകപ്പെടും. ഫസാൽ അപ്പോൾ നബി ചോദിച്ചു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ഇലാ ആഖിറിൽ ആയ വരെ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ഇലാ ആഖിറിൽ ആയ അവസാന ആയത്ത് വരെ. വ ഖൗലുഹു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? ലാ യുകല്ലിഫുല്ലാഹ് അല്ലാഹ് കീർത്തിക്കൂല നഫ്സൻ ഒരു നഫ്സിനെയും ഇല്ലാ വുസ്അ അതിൻ്റെ വുസ്ഇനെ അല്ലാതെ, ഐ ലാ യുകല്ലിഫു അഹദൻ അല്ലാഹ് ഒരാളെയും കീർത്തിക്കൂല, ഫൗക ത്വാഖത്ത് അവൻ്റെ കഴിവിൻ്റെ മുകളിൽ, അവൻ്റെ ത്വാഖത്തിൻ്റെ മുകളിൽ അല്ലാഹ് ഒരാളോടും കീർത്തിക്കൂല. വഹാദാ മിൻ ലുത്ഫി തആല ബി ഖൽഖിഹി ഇത് അള്ളാഹുവിൻ്റെ
ലുത്തുഫിൽപ്പെട്ട കൃപയിൽപ്പെട്ടതാണ്, അവൻ്റെ സൃഷ്ടികളോടുള്ള കൃപയാണ്. വ റഅഫത്തിഹി ബിഹിം, അവരോടുള്ള കാരുണ്യമാണ്. റഅഫത്താണ്. വ ഇഹ്സാനി, അവർക്കുള്ള നന്മയിലുമാണത്. വാദിഹി ഹിയൻ നാസിഖത്തു റാഫിയത്തു ലിമാ കാന അഷ്ഫഖ മിൻഹു സഹാബ. അപ്പോൾ ഈ ആയത്തിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന് പറഞ്ഞത് കാന ആദി നസ്ഖ് ചെയ്യുന്നതാണ്, റാഫിയത്ത് ഉയർത്തിക്കളയുന്നതാണ്. ലിമാ, ഒന്നിനെ, കാന അഷ്ഫഖ മിൻഹു, ആ ഒന്നിനാലാണ് അവർ ഏറ്റവും പേടിച്ചിരുന്നു. അസ്വഹാബത്ത്, സഹാബത്ത് പേടിച്ചിരുന്നു, ഒന്നിനെ ഉയർത്തിക്കളയും. അത് ഫി കൗലി, അള്ളാഹിൻ്റെ കൗലിലുണ്ടല്ലോ, വൈൻ തുബ്ദു മാ ഫി അൻഫുസികും വ തുഖ്ഫു യുഹാസിബുക്കും ബിഹില്ലാ എന്ന് പറഞ്ഞു. അതായത് നിങ്ങളുടെ ശരീരങ്ങളിൽ മറച്ചു വെക്കുന്നത് വെളിവാക്കുന്നതിനെല്ലാം അള്ളാഹ് ഹിസാബ് നടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പേടിച്ച് കയറുന്നു സഹാബികൾ. അപ്പോൾ അതിനെന്ത് നസ്ഖ് ചെയ്ത് കളഞ്ഞു ഈ ആയത്തിൽ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അതായത് ഹുവ വൈൻ ഹാസബ, അള്ളാഹു വൈൻ ഹാസബ, ഇനി അതിനെ ഹിസാബ് നടത്തിയാലും നിങ്ങളുടെ മനസ്സിലുള്ളതും ചിന്തിക്കുന്നതും മറ്റൊക്കെ അള്ളാഹ് ഹിസാബ് നടത്തുകയാണെങ്കിൽ വസാല, ചോദിച്ചാലും ലാക്കിൻ ലാ യു അദ്ദിബു, അള്ളാഹ് ശിക്ഷിക്കൂല. ഇല്ലാ ബിമാ യംലിക്കു ഷഖ്സു, ഒന്നിനല്ലാതെ ശിക്ഷിക്കൂല. യംലിക്കു ഷഖ്സ്, വ്യക്തി മിൽക്കാക്കും. ദഫ, അതിനെ തടയാൻ, അവനതിനെ തടയാൻ കഴിയുന്ന ഒന്നിനെ കൊണ്ടല്ലാതെ ശിക്ഷിക്കൂല. അല്ലാതെ തടയാൻ കഴിയാത്ത ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ തെറ്റായ ചിന്തകളൊക്കെ കടന്നു വരും. അപ്പോൾ അതിനൊന്നുള്ള ശിക്ഷിക്കൂല, നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്തത്. വാ അമ്മാ മാല യുംകിനു ദഫ്ഉഹു മിനൽ വസ്വസത്തിൻ്റെ, അതാ പറഞ്ഞത്. വാ അമ്മാമ, അപ്പോൾ ഒന്ന്, ലാ യുംകിനു ദഫ്ഉ, അതിനെ തടയാൻ സൗകര്യമാകൂല. മിൻ വസ്വസത്തി നഫ്സി, മനസ്സിൻ്റെ വസ്വാസുകളിൽ നിന്ന്. വാദീസിയ, അത് മനസ്സിലെ സംസാരം. ആ വസ്വാസിൻ്റെ സംസാരങ്ങളൊക്കെ മനസ്സിലിങ്ങനെ സംസാരിക്കുക, പുറത്ത് പറയണില്ല. പലതും വരാലോ, അങ്ങനത്തെ ഒന്ന്. ഫഹാദ ലാ യുകല്ലിഫു ബിഹിൽ ഇൻസാൻ, ലാ യുകല്ലിഫു ബിഹിൽ ഇൻസാൻ, ഇതാകുന്നത് മനുഷ്യനോട് ഇതുകൊണ്ട് കീർത്തിക്കൂല. വ കറാഹിയത്തുൽ വസ്വസത്തി സായിവത്തി മിനൽ ഈമാൻ. അപ്പോൾ എന്ത് ചെയ്യുക, മോശം വസ്വാസുകളെ വെറുക്കുക എന്നുള്ളത് ഈമാനിൽപ്പെട്ടതാണ്. അപ്പോൾ അത് വെറുപ്പുണ്ട് നമുക്ക്, പക്ഷേ നമുക്ക് തടയാൻ കഴിയണില്ല ചില സമയങ്ങളിൽ. അപ്പോൾ അതിന് ശിക്ഷിക്കൂല എന്നല്ലേ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, അള്ളാഹു ഒരു നഫ്സിനെയും കീർത്തിക്കുന്നില്ല ഇല്ലാ വുസ്അഹാ, അതിൻ്റെ കഴിവല്ലാതെ, അതിൻ്റെ കഴിവിനെ അല്ലാതെ അള്ളാഹ് കീർത്തിക്കൂല എന്നാണ് പറഞ്ഞത്. ഇനി വഖൗൽ, അള്ളാഹിൻ്റെ കൗൽ, ലഹാ മാ കസബത്ത് ഐ മിൻ ഖൈരിൻ, ലഹാ, ആ ശരീരത്തിനുണ്ട്, മാ കസബത്ത്, അത് സമ്പാദിച്ചത്, അതായത് മിൻ ഖൈരിൻ, നന്മയാൽ, നന്മ സമ്പാദിച്ചത് അതിനുണ്ട്. വാലിഹ, അതിൻ്റെ മേലുണ്ട്. മക്തസബത്ത്, അത് അതിൻ്റെ എതിരായിരിക്കും സമ്പാദിച്ചത്. ഐ മിൻ ഷെറിൻ, തിന്മകൾ സമ്പാദിച്ച ഷെറുകളൊക്കെ അതിൻ്റെ എതിരായിരിക്കും. അതാലിക്കത് ഫിൽ അഅ്മാലില്ലത്തി തദ്ഖുലു തഹ്ത തക്ലീഫി, അത് ഫിൽ അഅ്മാലില്ലത്തി, ചില അമലുകളിൽ, അല്ലത്തി തദ്ഖുലു തഹ്ത തക്ലീഫിൻ്റെ താഴെ പ്രവേശിക്കുന്ന അമലുകളിലാണത്. സുമ്മ ഖാല, പിന്നെ അല്ലാഹ് പറഞ്ഞു, അല്ലാഹു തആല പറയണം, മുർഷിദൻ ഇബാദഹു ഇലാ സുആലിഹി, അവനോടുള്ള ചോദ്യത്തിലേക്ക് അവൻ്റെ അടിമകളെ വഴി കാണിച്ചുകൊണ്ട് അല്ലാഹ് പറയുന്നു. വഖദ് തകല്ലഫ ലഹും ബി ഇജാബത്തിൻ ബിൽ ഇജാബത്തി, വഖദ് തകല്ലഫ ലഹും, അല്ലാഹ് ഇജാബത്ത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്തു, കീർത്തിച്ചു. കമാ അർശദഹും വഅല്ലമഹും അൻ യഖൂലൂ, അവരെ എന്താക്കിയതുപോലെ, അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതുപോലെ, അവരെ ഇർഷാദാക്കിയതുപോലെ, അൻ യഖൂലൂ, അവർ പറയാൻ, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ, അവർ പറയാൻ അള്ളാഹ് അവരോട് കൽപ്പിക്കണം. എന്താണ് പറഞ്ഞത്? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുആഖിദ്നാ, ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കരുത്. ഇൻ നസീന, ഞങ്ങൾ മറന്നാൽ ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കരുത്. ഐ ഇൻ തറക്കിന, ഞങ്ങൾ ഉപേക്ഷിച്ചാൽ, ഫർലൻ, വല്ല ഫർദ് ഉപേക്ഷിച്ചു, വല്ല ജിഹത്തിൻ നിസ്യ, മറന്നുകൊണ്ട് വല്ല നിർബന്ധത്തെ ഉപേക്ഷിച്ചാൽ ഞങ്ങൾ നീ പിടിച്ച് ശിക്ഷിക്കരുത്. അലിയാവ് ഫഅൽന ഹറാമൻ കദാലിക, മറന്നുകൊണ്ട് വല്ല ഹറാമും ഞങ്ങൾ ചെയ്താൽ നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കരുത്. അപ്പോൾ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീന ഔ അഖ്തഅന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിഴവ് പറ്റിയാൽ. ഐ സവാബ ഫിൽ അമലി, അതായത് അമലിലുള്ള സവാബിനെ ഞങ്ങൾക്ക് പിഴവ് പറ്റിയാൽ. ഐ ജഹല മിന്ന, ഞങ്ങളുടെ ജഹല് കാരണം, വജിഹി ഷറയ്യ, എൻ്റെ വജ് പ്രകാരം ഉള്ള ഞങ്ങളുടെ ജഹല് കാരണം, ഞങ്ങളുടെ അമലിൽ എന്തെങ്കിലും സത്യത്തിന് പിഴവ് സംഭവിച്ചാൽ ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കരുത്. വഖദ് തഖദ്ദമ, മുന്തിപ്പോയിട്ടുണ്ട്. ഫി സഹീഹ് മുസ്ലിമിൽ ഹദീസ് അബീ ഹുറൈറ തങ്ങളുടെ ഹദീസിൽ
എന്നാ കാലല്ല അല്ല പറഞ്ഞു അമ്മതേ അല്ല പറയാം. അപ്പോൾ പിടിച്ച് ശിക്ഷിക്കരുതെന്ന് പറഞ്ഞാൽ അല്ല അതെ ഞാൻ അങ്ങനെ ചെയ്യൂല. വലിയ ഹദീസിലും ഉണ്ട്, ഇബ്നു അബ്ബാസിൻ്റെ ഹദീസിലും മുന്തിപ്പോയിട്ടുണ്ട്. എന്താണ് കാലല്ല അല്ല പറഞ്ഞു അത് ഫാൽത്തു ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മൾ ദുആ ചെയ്യല്ലേ, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ എന്ന് പറയുമ്പോൾ അല്ല പറയാം അതെ ഞാനങ്ങനെ ചെയ്യൂല, എന്ത് ചെയ്യും, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ ഞാൻ ചെയ്യാം. റബബിന് മാജ ഫി സുനനി, ഇബ്നു മാജ സുനനിൽ അദ്ദേഹത്തിൻ്റെ സുനനിൽ റിവായത്ത് ചെയ്തു. അബ്നു ഹിബ്ബാൻ ബി സഹീലും മിൻ ഹദീസ് അബി അംറിൽ ഔസായി അൻ അത്തായിൻ ഖാല ഇബ്നു മാജ ഫി റിവായത്തി അൻ ഇബ്നു അബ്ബാസിൻ വഖാല തബറാനി വബ്നു ഹിബ്ബാൻ അൻ അത്തായിൻ അൻ ഉബൈദ് ബിൻ ഉമൈരിൻ അൻ ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസിനോട് ഖാല അദ്ദേഹം പറയുന്നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഇന്നല്ലാഹ വളഅ അൻ ഉമ്മത്തിൽ ഖത വൻ നിസ്യാന, അല്ലാഹു തആല എൻ്റെ സമുദായത്തെ തൊട്ട് എന്താണ് വെച്ചു, അൽ ഖതഇനൈ വൻ നിസ്യാന, മറവിയെയും പിഴവിനെയും അള്ളാഹ് എന്ത് ചെയ്യും, പുറത്തു കൊടുക്കും. വമസ്തുക്രിഹു അലൈഹി, അവരെ നിർബന്ധിപ്പിക്കപ്പെട്ട ഒന്നും, അതായത് ഒരാൾ കെട്ടിയിട്ട് നമ്മളെ കൊണ്ട് തെറ്റിയിപ്പിക്കണം, അപ്പോൾ അതൊക്കെ അള്ളാഹ് പുറത്തു കൊടുക്കും. വഖദ് റുവിയ മിൻ തുർക്കിൻ ഉഖറ, അതിനെ റിവായത്തിൽപ്പെട്ട് മറ്റു മാർഗങ്ങളിലൂടെയും റിവായത്തിൽപ്പെട്ടുണ്ട്. വാല്ലഹു അഹ്മദ് അബു ഹാത്തിം അല്ലാഹു അലം, അതിന് ഇല്ലത്ത് പറഞ്ഞിട്ടുണ്ട് അഹ്മദും അബു ഹാത്തിം, അള്ളാഹുവിനറിയാം. വഖാല ഇബ്നു അബി ഹാത്തിം ഹദസനി അബി ഹദസന മുസ്ലിം ബിൻ ഇബ്രാഹിം ഹദസന അബൂ ബക്കർ അൽ ഹുദലി അൻ സഹറിൻ അൻ ഉമ്മുൽ ദർദാ അൻ നബി ഖാൽ, ഉമ്മുദർദ എന്ന നബിയെ തൊട്ട് പറയും ഇന്നല്ലാ ഖാൽ, നബി പറഞ്ഞു ഇന്നല്ലാ തജാവസ ലി ഉമ്മത്തി, കണ്ട എൻ്റെ സമുദായത്തിന് അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്യും. അൻ സലാസിൻ, 3 കാര്യം, അനിൽ ഖതഇ എന്താണ് പിഴവ്, വൻ നിസ്യാനി മറവി, വൽ ഇസ്തിക്രാഹി നിർബന്ധിപ്പിക്കലിനെ തൊട്ടും. മറന്നുകൊണ്ട് തെറ്റ് ചെയ്തു, അതിൽ പിഴവ് പറ്റി, ഖത പറ്റിയത്, പിന്നെ മറവി പിഴവി നിർബന്ധിക്കൽ, ഇവകളെ തൊട്ട് എന്ത് ചെയ്യും, എൻ്റെ ഉമ്മത്തിനെ ഞാൻ എന്ത് ചെയ്യും, വിട്ടുവീഴ്ച ചെയ്തു. കാല അബൂബക്കർ എന്ന് പറഞ്ഞ തക്കർത്ത് താലിക്കൽ ഹസൻ തങ്ങളോട് ഞാൻ ഇതിനെ പറഞ്ഞു. അപ്പോൾ കാല അത് പറഞ്ഞു അജൽ അതേ, അമാ തക്രബി താലിക്ക ഖുർആനൻ, നീ അതുകൊണ്ട് ഓതുന്നില്ലേ, ഖുർആൻ ഓതുന്നില്ലേ, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാന്ന്, ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കരുത്, ഞങ്ങൾക്ക് മറന്നുവോ ഞങ്ങൾക്ക് പിഴവ് പറ്റുകയോ ചെയ്താൽ നീ പിടിച്ച് ശിക്ഷിക്കരുത് എന്ന് നീ ഖുർആനിൽ ഓതുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. വഖൗലുഹു, ഇനി അടുത്ത അള്ളാഹിൻ്റെ കൗലുണ്ടല്ലോ, റബ്ബന വലാ തഹ്മിൽ അലൈന, ഞങ്ങളുടെ രക്ഷിതാവേ, വലാ തഹ്മിൽ അലൈന, ഞങ്ങളുടെ മേൽ നീ ചുമത്തരുത്, ഇസ്റൻ ഭാരം, കമാ ഹമൽതഹു, നീ അതിനെ ചുമത്തിയതുപോലെ, അലല്ലദീന ഒരുത്തരുടെ മേൽ മിൻ ഖബലിന, ഞങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ നീ ചുമത്തിയതുപോലെയുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ ചുമത്തരുത്. ഐ ലാ തുകല്ലിഫുന, നീ ഞങ്ങളെ കീർത്തിക്കരുത്, മിനൽ അഅ്മാലി ശാക്ക, പ്രയാസമായ പ്രവർത്തികളിൽ നിന്ന് ഞങ്ങളോട് നീ കീർത്തിക്കരുത്. വൈൻ നതഖ്നാഹ, ഞങ്ങൾക്കത് കഴിവുണ്ടെങ്കിലും, കമാ ശറഅതഹു ലിൽ ഉമമിൽ മാദിയ ഖബലന, ഞങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾക്ക് നീ ശറാക്കിയതുപോലെ, മിനൽ അഗ്ലാലുകളാലും വൽ ആസ്വാറുകളാലും, അഗ്ലാൽ എന്ന് വെച്ചാൽ വിലങ്ങുകളാണ്, അല്ല തീക്കാണത്താൽ അവരുടെ മേലുണ്ടായിരുന്ന ആസാറുകളും അകലാലുകളാലും ഞങ്ങൾക്ക് മുൻപുള്ള സമുദായത്തിന് നീ നിയമമാക്കിയതുപോലെ നീ ഞങ്ങളുടെ എന്ത് ചെയ്ത് കീർത്തിക്കല്ലേ, അമലുകളെ നീ കീർത്തിക്കരുത്. അല്ലത്തീ ബാസ്ത നബിയക്ക മുഹമ്മദൻ നബിയുർ റഹ്മത്തി, അല്ലത്തി ബാസ, നിൻ്റെ നബിയെ നീ അയച്ചല്ലോ, മുഹമ്മദ് നബിയെ നബിയർ റഹ്മത്തിൻ്റെ നബിയായ, ബി വളഇഹി ഫി ശറഇഹി, അദ്ദേഹത്തിന് ശറയിൽ അതിനെ വെക്കൽ കൊണ്ട്, അല്ലദീ അർസൽതഹു ബിഹി, നീ നബിയെ നിയോഗിച്ച ശറയിൽ, മിനദ്ദീനിൽ ഹനീഫി സഹലി സംഹി, ഹനീഫായതിന് സഹലും സംഹുമായ വിട്ടുവീഴ്ചയും എളുപ്പവുമായ ഹനീഫായ ദീനിൽ നിന്ന്. അല്ലത്തി എന്നുള്ളത് എന്താ, എങ്ങോട്ട്, അതിപ്പോൾ പറഞ്ഞതാണ്, ഞങ്ങളെ നീ കീർത്തിക്കരുത് പ്രയാസമുള്ള അമലുകൾ, ഞങ്ങൾക്കത് കഴിവുണ്ടെങ്കിലും നീ ഞങ്ങളെ കീർത്തിക്കരുത്. ഏതുപോലെ, നീ അതിനെ മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് ശറാക്കിയതുപോലെ,
വഖദ് സബത ഫി സഹീ മുസ്ലിം. ഇവിടെ അല്ലത്തി ബാസ്ത എന്ന് പറഞ്ഞാൽ അഖ്ലാലില്ലത്തി കാനത്ത് അലൈഹിം, അല്ലത്തി ബാസ്ത നബിയക്ക മുഹമ്മദൻ നബിയർ റഹ്മത്തി. അവിടെ ഒന്ന് ചിന്തിക്കാനുള്ളതാണ്. ഇവിടെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ഞങ്ങളെ മേൽ ചുമത്തരുത്, ഭാരം ചുമത്തരുത്, ഞങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന് നീ ചുമത്തിയതുപോലെയുള്ള ഭാരം നീ ഞങ്ങളുടെ മേൽ ചുമത്തരുത് എന്നാണ് അർത്ഥം. ഇനി വഖദ് സബത ഫി സഹീ മുസ്ലിം, സഹീ മുസ്ലിമിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അൻ അബീ ഹുറൈറ തൊട്ട് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ തൊട്ട് കാൽ നബി പറഞ്ഞു കാല അപ്പോൾ അള്ളാഹ് പറയുന്നത് അതേ, ഞാനങ്ങനെ നിങ്ങളോട് കീർത്തിക്കൂല, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളുടെ മേൽ നാം ചുമത്തിയതുപോലെയുള്ള ഭാരത്തെ നിങ്ങളുടെ മേൽ നാം ചുമത്തൂല എന്ന് അള്ളാഹ് സമ്മതിച്ചു എന്ന്. നബി അബ്ബാസോട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയോട് അള്ളാഹ് പറഞ്ഞു ഖദ് ഫഅൽതു, ഞാനങ്ങനെ ചെയ്യും. വജാൽ ഹദീസ് മിൻ തുർക്കി, ഹദീസ് പല തരീഖിലൂടെയും വന്നിട്ടുണ്ട്. അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് അന്നഹു ഖാല പറഞ്ഞു ബുയിസ്തു ബിൽ ഹനീഫത്തി സംഹത്തി, എന്നെ നിയോഗിക്കപ്പെട്ടത് ഹനീഫിയത്ത് സംഹ, ഋതുവായ മാർഗം, സംഹത്ത് വിട്ടുവീഴ്ചയുള്ള ഹനീഫായ ചൊവ്വായ മാർഗം കൊണ്ടാണ് എന്നെ അയക്കപ്പെട്ട, ശരീഅത്ത് കൊണ്ടാണ് എന്നെ അയക്കപ്പെട്ടത്. വഖൗലു, ഇനി അള്ളാഹിൻ്റെ കൗല് റബ്ബന വലാ തുഹമ്മിൽനാ മാലാ ത്വാഖത ലനാ ബിഹി, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, വലാ തുഹമ്മിൽന ഞങ്ങൾക്ക് നീ ചുമത്തരുത്, മാവുന്നിനെ ലാ ത്വാഖത ലനാ ബി ഞങ്ങൾക്കത് കൊണ്ട് കഴിവില്ല, അങ്ങനത്തെ ഒന്നിനെ നീ ഞങ്ങൾക്ക് ചുമത്തരുത്. ഐ മിനത് തക്ലീഫി കീർത്തനങ്ങളാൽ, വൽ മസായിബി ആപത്തുകളാലും, വൽ ബലായി ബലാ മുസീബത്തുകൾ ആപത്തുകൾ, അങ്ങനെയുള്ളതൊക്കെ ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ മേൽ ചുമത്തരുത്. ഐ ലാ തബ്തലീന ബിമാലാ ഖിബല ലനാ ബിഹി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഖിബലില്ല, അങ്ങനത്തെ ഒന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കരുത്. ലാ തബ്തലീനാന്ന്. വഖദ് കാല മഹ്കുഹൂലൻ ഫി ഖൗലി റബ്ബന വലാ തുഹമ്മിൽന മാലാ ത്വാഖത ലനാ ബിഹി. മഖ്ഹൂൽ എന്നവർ പറഞ്ഞു അള്ളാഹിൻ്റെ കൗലി റബ്ബന വലാ തുഹമ്മിൽന മാലാ ത്വാഖത ലനാ ബിഹി എന്ന കൗലിൽ കാല അൽ ഖുർബത്ത് വൽ ഗുൽമത്തു ആണെന്ന്. ഖുർബത്ത് എന്ന് വെച്ചാൽ എന്താ? ഖുർബത്ത് എന്ന് പറഞ്ഞാൽ നാട് വിട്ടുപോകൽ, ഗുൽമത്ത് എന്ന് പറഞ്ഞാൽ കാമേച്ഛ, അല്ലേ, സഹിക്കാൻ വഴിയാത്ത കാമം. ഗുൽമത്ത് എന്ന് പറഞ്ഞാൽ കാമേച്ഛ. റവായിബിന് അബി ഹാത്തിമിന് റിവായത്ത് ചെയ്ത് കാല അള്ളാഹു, അള്ളാഹ് പറഞ്ഞു. അപ്പോൾ അള്ളാഹ് പറയാം ഞാൻ അതേ വഫിൽ ഹദീസില, മറ്റൊരു ഹദീസിലുണ്ട് കാല അള്ളാഹ് പറഞ്ഞു ഖദ് ഫഅൽതു ഞാനങ്ങനെ ചെയ്യും, നിങ്ങളുടെ മേൽ കഴിവാകാത്ത സഹിക്കാൻ കഴിയാത്തത് ഞാൻ ചുമത്തൂല. അവിടെ അങ്ങനെ വേറെ പല തഫ്സീറുകളിലും കാണാം ഉദ്ദേശം ഇതാണെന്ന്. വലാ തുഹമ്മിൽന മാലാ ത്വാഖത ലനാ, കഴിവാകാത്ത ചുമത്തരുന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശം. ഏത്? വികാരം, കാമേച്ഛ. അപ്പം കൗലു അള്ളാഹിൻ്റെ കൗലു അഫു അന്നാ, നീ ഞങ്ങൾക്ക് അഫു ചെയ്യണം, നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം. ഐ ഫീമാ ബൈനനാവ ബൈനക്ക, നിൻ്റെയും ഞങ്ങളുടെ ഇടയിലുള്ള ഒന്നിൽ മിമ്മ ആ ഒന്നിനാൽ തഅലമുഹു നീ അതിനറിയും, മിൻ തഖ്സീരിന വസല്ലലിന ഞങ്ങളുടെ വീഴ്ച വരുത്തലും, ഞങ്ങളുടെ വീഴ്ച വരുത്തലാൽ നീ അറിയുന്ന കാര്യം ഞങ്ങളുടെയും നിൻ്റെ ഇടയിലുള്ളതിൽ നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം. വഗ്ഫിർലന ഞങ്ങൾക്ക് നീ പുറത്തു തരണം. ഫീമാ ബൈനനാ വ ബൈന ഇബാദിക, അതായത് ഞങ്ങളുടെ ഈ അടിമകളുടെ ഇടയിലുള്ള ഒന്നിൽ, ഞങ്ങൾ ജനങ്ങളും തമ്മിലുള്ള വിഷയത്തിൽ ഞങ്ങൾക്ക് നീ പുറത്തു തരണം. ഫലാ തുളിഹിറുഹും അലാ മുസാവീന, ഞങ്ങളുടെ മസാവികളുടെ മേൽ നീ ഞങ്ങളവരെ വെളിവാക്കരുത്. കണ്ടോ, അതാണ് ഞങ്ങളുടെ തെറ്റുകളുടെ മേൽ നീ ജനങ്ങളെ വെളിവാക്കരുത്. വാമാലിനൽ കബീഹ, ഞങ്ങളുടെ മോശം പ്രവർത്തികളുടെ മേൽ നീ അവരെ വെളിപ്പെടുത്തരുത്. വർഹംന, നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണം, കാരുണ്യം ചെയ്യണം. ഫീമാ ഇസ്തഖ്ബിലു ഇനി വരുന്ന കാര്യങ്ങളിലൊക്കെ നീ ഞങ്ങളോട് കരുണ ചെയ്യണം. ഫലാ തുഖിന ബി തൗഫീഖിക ഫീ ദംബിൻ ആഖറ, ഞങ്ങളെ നീ സംഭവിപ്പിക്കരുത് നിൻ്റെ തൗഫീഖ് കൊണ്ടിട്ട് ഫീ ദംബിൻ ആഖറ, മറ്റൊരു ദോഷത്തിൽ നീ ഞങ്ങളെ സംഭവിപ്പിക്കരുത്. വലിഹാദ, ഇക്കാരണത്തിന് വേണ്ടി ഖാല അവർ പറഞ്ഞു ഇന്നൽ മുദിനിബ, കണ്ടാ പണ്ഡിതന്മാർ പറഞ്ഞു ഇന്നൽ മുദിനിബ, തെറ്റ് ചെയ്യുന്ന ആൾ മുഹ്താജുനില സലാസത്യഷ്യ, അയാൾ 3 കാര്യങ്ങളിലേക്ക് ആവശ്യമാക്കപ്പെട്ടതാണ്. ഒന്നെന്താണ്? യാഫു അല്ലാഹു അൻഹു ഫീമാ ബൈനഹു വ ബൈനഹു,
അവൻ്റെ അള്ളാഹിൻ്റെ ഇടയിൽ ഒന്നിൽ അള്ളാഹ് അവനക്ക് മാപ്പ് ചെയ്യൽ, വായസ്ത്രഹുവൻ ഇബാദി അവൻ്റെ അടിമയെ അള്ള മറക്കൽ, വല യഫ്ലഹു ബിഹി അവൻ്റെ അടിമകളെ അവനെ ആ തെറ്റ് മറച്ചു വെക്കുക. അങ്ങനെ ഫല യഫ്ലഹു ബിഹി വൈനവും ആ തെറ്റ് കാരണം അവർക്കിടയിൽ അവനെ അള്ള വഷളാക്കാതിരിക്കുക. രണ്ട് കാര്യം. ഇനി വാൻ യാസിമഹു അങ്ങനെ അള്ള അവനെ സംരക്ഷിക്കൽ, ഫല യുഖിഫി നദിരി അതിനോട് തുല്യമായ തെറ്റിൽ അവനെ സംഭവിപ്പിക്കാതിരിക്കുക. അപ്പോൾ 3 കാര്യങ്ങൾ അടിമക്ക് തെറ്റ് ചെയ്യണ ആൾക്ക് 3 കാര്യം ആവശ്യമാക്കപ്പെട്ടവനാണ്. ഒന്ന്, അള്ളാഹു അവന് പുറത്തു കൊടുക്കണം. അവനെ മറ്റു അടിമകൾ അവൻ ചെയ്ത തെറ്റ് അടിമകൾക്കെല്ലാം മറച്ചു വെക്കുക. പിന്നെ ഇനി പോലത്തെ സംഭവിക്കൽ നിന്ന് അവനെ സംരക്ഷിക്കുക. വഖത്തക്കതം ഫിൽ ഹദീസി മുന്തിയ ഹദീസിൽ പറഞ്ഞു പോയിട്ടുണ്ട്. എന്താണ്? അല്ലാഹ് കാല പറഞ്ഞാം അതെ ഞാൻ അങ്ങനെ ചെയ്യാം. വഫിൽ ഹദീസ് ആഖിർ മറ്റു ഹദീസിന് കാലല്ല അള്ളാഹ് പറഞ്ഞു എന്ന് ഖദ് ഫഅൽതു ഞാൻ അങ്ങനെ ചെയ്തു എന്ന്, ഞാനങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മൾ ചോദിക്കണം. അപ്പോൾ അള്ളാഹ് അതിനും ഉത്തരം പറയണം, ഖദ് ഫഅൽതു എന്ന്. വഖൗലുഹു അപ്പോൾ അള്ളാഹിൻ്റെ കൗല്, അൻത മൗലാന നീയാണ് ഞങ്ങളുടെ മൗലായി, അൻത വലിയുന നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്, വലിയ യജമാനൻ, വനാസു ഞങ്ങളുടെ സഹായി, വാലൈക്ക് തവക്കൽന നിൻ്റെ മേലാണ്, അൻത മൗലാന വാലൈക്ക തവക്കൽന നിൻ്റെ മേലാണ് ഞങ്ങളുടെ വരമേൽപ്പിക്കൽ, അൻതൽ മുസ്തആൻ നിന്നോടാണ് സഹായം തേടപ്പെടുക, വാലൈക്ക തുക്കിലാണ് നിൻ്റെ മേലാണ് തവക്കുല്, തുക്കില വല ഹൗല വല ഖുവത ഇല്ലാ ബിക നിന്നെക്കൊണ്ടല്ലാതെ ഹൗലോ ഖുവത്തുമില്ല ഞങ്ങൾക്ക്. ഫൻസുർന നീ ഞങ്ങളെ സഹായിക്കണം, അലൽ ഖൗമിൽ കാഫിരീൻ. കണ്ട, അൻത മൗലാന ഫൻസുർന നീ അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം, അലൽ ഖൗമിൽ കാഫിരീൻ കാഫിരീങ്ങളായ ജനങ്ങളുടെ മേൽ ഞങ്ങളെ നീ സഹായിക്കണം. അല്ലദീന ജഹദു ദീനക്ക നിൻ്റെ ദീന് നിഷേധിച്ചവർക്കെതിരെ, വങ്കറു വഹദാനത്തൊക്കെ നിൻ്റെ ഏകത്വത്തെ നിഷേധിച്ചവർക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണം. വരിസാലത്ത് നബിക്ക നീ നബിയുടെ റിസാലത്തിനെയും വാബദു ഗൈറക്ക നീയല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്ത ആ കാഫിര്യങ്ങളുടെ മേൽ ഞങ്ങളെ നീ സഹായിക്കണം. അതുതന്നെ വാശറക്കു മാക്കമിൻ ഇബാദിക്ക നിൻ്റെ അടിമകളിൽ നിന്ന് നിൻ്റെ കൂടെ നിന്നോടൊപ്പം പങ്കുചേർത്ത അവർ ആ ജനതയിൽ നിന്ന് ആ ജനതയുടെ മേൽ ഞങ്ങൾ നീ സഹായിക്കണം. ഫൻസുർനാലി അവൻ നീ ഞങ്ങളെ സഹായിക്കണം അവർക്കെതിരെ. വജഅല്ലനൽ ആഖിബത അലൈഹിം ഫി ദുനിയ വൽ ആഖിറ ഞങ്ങൾക്ക് നീ ആക്കണം ആഖിബത്തിനെ അന്തിമ വിജയം അലൈഹി അവർക്കെതിരിൽ ദുനിയാവിലും ആഖിറത്തിലും ഫി ദുനിയ വൽ ആഖിറ ആഖിറത്തിലും ദുനിയാവിലുമുള്ള അന്തിമ വിജയം നീ ഞങ്ങൾക്ക് അവർക്കെതിരാക്കണം. ഖാല അല്ലാഹ് പറയാം അതേ. വഫിൽ ഹദീസി ലദി റവാഹു മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിലുണ്ട്, ഇബ്നു അബ്ബാസിനെ തൊട്ട് റിവായത്ത് ചെയ്ത ഹദീസിലുണ്ട്. ഖാല അല്ലാഹ് പറഞ്ഞു ഖദ് ഫഅൽതു ഞാനങ്ങനെ ചെയ്തു. വഖാല ഇബ്നു ജരീർ പറയാണ് ഹദ്ദസനിൽ മുസന്നബ് ഇബ്രാഹിം ഹദ്ദസന അബൂ നുഐം ഹദ്ദസന സുഫ്യാൻ അൻ അബീ ഇസ്ഹാഖ അന്ന മുആദൻ അബീ ഇസ്ഹാഖിനെ തൊട്ടിട്ട് അന്ന മുആദ് റളിയല്ലാഹു അൻഹു കാന അദ്ദേഹമായിരുന്നു ഇദാ ഫറഗ മിൻ ഹാദിഹി സൂറത്തി ഈ സൂറത്തിൽ നിന്ന് അദ്ദേഹം ഒഴിവായാൽ ഓതിക്കഴിഞ്ഞാൽ ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ എന്ന് അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അല്ല അവസാനം വരുമല്ലോ, അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ ഖാല അദ്ദേഹം പറയും ആമീൻ എന്ന് പറയുമാൻ. അപ്പോൾ ഇതൊരു പ്രാർത്ഥനയാണ്, നല്ലൊരു പ്രാർത്ഥനയാണ്. ഏത് എവിടെ മുതലുള്ളത്? റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ അല്ല റബ്ബന ലഹാ മാ കസബത്ത് വലൈഹാ മുക്തസബ് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീന. കണ്ട, അതുകൊണ്ട് ഒരു പ്രാർത്ഥനയാണ്. വറവാഹു അതിനെ റിവായത്ത് വഖീഖൻ സുഫിയാനെ തൊട്ട് റിവായത്ത് ചെയ്തു. അൻ അബീ ഇസ്ഹാഖ് എന്ന അൻ റജുലിൻ അൻ മുആദ് ബിൻ ജബലിൻ അന്നഹു കാന ഇദാ ഖതമൽ ബഖറ. കണ്ട, മുആദ് ബിൻ ജബൽ പറയാണ് അന്നഹു കാന അദ്ദേഹമായിരുന്നു ഇദാ ഖതമൽ ബഖറയെ ഖതം ചെയ്താൽ ഓതിയാൽ ഖതമിൻ്റെ അവസാനം ഓതിയാൽ ഖാല അദ്ദേഹം പറയും ആമീൻ എന്ന് പറയുമായിരുന്നു. ആമീൻ എന്ന് പറയുമായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇബ്നു കസീറിൻ്റെ തഫ്സീറാണ് വായിച്ചത്, അത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.